കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ യുവ ഡോക്ടർ ഡ്യൂട്ടിക്കിടെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് KGMOA നടത്തിവന്ന പ്രതിഷേധം നാളെയും തുടരും. എമർജൻസി സേവനങ്ങൾ ഒഴികെയുള്ള ഡ്യൂട്ടികളിൽ നിന്ന് ഡോക്ടർമാർ വിട്ടുനിൽക്കണമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഡോക്ടർ വന്ദനദാസിന്റെ ഭൗതിക ശരീരം പഠിച്ച കോളേജിലുൾപ്പെടെ പൊതുദർശനത്തിന് വെച്ചിരുന്നു. നാളെയാകും സംസ്കാര ചടങ്ങുകൾ. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും പ്രതികരണങ്ങളെല്ലാം നാളെയായിരിക്കും വരിക. അതോടൊപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. തുടർ അന്വേഷണത്തെക്കുറിച്ചും പ്രതിക്കെതിരെയുള്ള കൂടുതൽ നടപടികളെക്കുറിച്ചുമെല്ലാം വിവരങ്ങൾ നാളെ അറിയാം. പോലീസിനും സർക്കാരിനും ഹൈക്കോടതിയുടെ വിമർശനമുണ്ടായിരുന്നു. നാളെ സംഭവവുമായി ബന്ധപ്പെട്ട് DGPയോട് ഹാജരാകാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു. നാളെ കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന നിർണായക ഇടപെടലുകളും പ്രതികരണവും എല്ലാം ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ടാണ് DGPയോട് എത്താൻ കോടതി പറഞ്ഞിരിക്കുന്നത്. താനൂർ ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ നാളെയും പ്രതീക്ഷിക്കാം. അപകടത്തെ തുടർന്ന് ഒളിവിൽ പോയ ബോട്ട് ഡ്രൈവർ ദിനേശനെ പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു. ബോട്ട് ഉടമസ്ഥൻ നാസറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് അപേക്ഷ നൽകി. നാസറിനെ ഒളിവിൽ പോകാൻ നിരവധി പേർ സഹായിച്ചുവെന്നാണ് പോലീസിന്റെ നിരീക്ഷണം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നാളെയും പ്രതീക്ഷിക്കാം. രാജ്യത്തിന്റെ ശ്രദ്ധയാകർഷിച്ച മഹാരാഷ്ട്ര അധികാര പോരാട്ടത്തിന്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഫലം നാളെയാണ്. ഷിൻഡെ ഫഡ്നാവിസ് സർക്കാരിന്റെ വിധി നിർണ്ണയിക്കുന്ന സുപ്രീം കോടതി നാളെ വിധി പ്രഖ്യാപിച്ചേക്കും. സർക്കാർ തുടരണോ മാറണോ, 16 MLA-മാരെ അയോഗ്യരാക്കണോ വേണ്ടയോ തുടങ്ങിയ കാര്യങ്ങളിലാണ് കോടതി തീരുമാനം പ്രഖ്യാപിക്കുക. മാർച്ച് 16-ന് അധികാര തർക്കവാദം അവസാനിച്ചതിനെ തുടർന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ച് വിധി പറയാൻ മാറ്റിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ വാർത്തകൾ നാളെയും പ്രതീക്ഷിക്കാം. ബ്യൂട്ടീഷ്യനായ യുവതിയെ കൊല്ലത്ത് നിന്ന് പാലക്കാട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊന്ന ശേഷം ശവശരീരം വെട്ടിമുറിച്ച് കുഴിച്ചിട്ട കേസിൽ കൊല്ലം 1-ാം അഡീഷണൽ സെഷൻസ് കോടതി നാളെ വിധി പ്രഖ്യാപിക്കും. കോഴിക്കോട് സ്വദേശി പ്രശാന്ത് നമ്പ്യാരാണ് പ്രതി. ഇയാളുടെ ഭാര്യ ബ്യൂട്ടീഷ്യന്റെ കുടുംബ സുഹൃത്തായിരുന്നു. ഫോണിലൂടെ ബന്ധപ്പെട്ട് പ്രതി യുവതിയിൽ നിന്നും 2.5 ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു. വിവാഹമോചിതയായ യുവതി പ്രതിയിൽ നിന്നും കൃത്രിമ ബീജസങ്കലനത്തിലൂടെ ഒരു കുഞ്ഞിനെ വേണമെന്നാവശ്യപ്പെട്ടു. ഇത് തന്റെ കുടുംബജീവിതത്തെ ബാധിക്കുമെന്ന് കരുതിയ പ്രതി യുവതിയെ തന്ത്രപൂർവ്വം പാലക്കാട് മണലിയിലുള്ള തന്റെ വാടക വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തു എന്നാണ് പോലീസ് കേസ്. 2020 മാർച്ച് 17-ന് കോലഞ്ചേരിയിൽ ഒരു പരിശീലനത്തിന് പോകുന്നെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ യുവതി മാർച്ച് 20-നാണ് അവസാനമായി വീട്ടുകാരുമായി സംസാരിച്ചിരുന്നത്. 22-ന് തിരികെ വരുമെന്ന് പറഞ്ഞ യുവതിയെ കാണാതായതോടെ കൊട്ടിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അന്വേഷണത്തിൽ പാലക്കാട് മണലിയിൽ യുവതിയുടെ ഫോൺ അവസാനമായി പ്രവർത്തിച്ചതെന്നും പ്രശാന്ത് നമ്പ്യാരും യുവതിയും നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും കണ്ടെത്തി. എന്നാൽ പ്രതി പല കഥകൾ പറഞ്ഞ അന്വേഷണത്തെ വഴിതെറ്റിച്ചിരുന്നു. തുടർന്ന് യുവതിയുടെ മാതാപിതാക്കളുടെ പരാതി പ്രകാരം കൊല്ലം C ബ്രാഞ്ച് SP B ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചിരുന്നു. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയും മരിച്ച യുവതിയും തമ്മിലുള്ള ചാറ്റുകൾ വീണ്ടെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നാളെ പ്രതീക്ഷിക്കാം. ജന്തർ മന്ദറിൽ ഗുസ്തി താരങ്ങളുടെ സമരം തുടരുകയാണ്. കർഷകർ കൂടി അണിനിരുന്നതോടുകൂടി സമരം ശക്തമായി മുന്നോട്ട് പോകുകയാണ്. 18 ദിവസങ്ങൾ താണ്ടി എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. തങ്ങളുടെ പെമ്മക്കൾക്ക് വേണ്ടി തങ്ങൾ ഗോദയിൽ ഇറങ്ങുമെന്ന് തന്നെയാണ് കർഷകർ പറയുന്നത്. ബ്രിജ് ഭൂഷണെതിരെ നടപടി ശക്തമാക്കിയാൽ മാത്രമേ ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന് ഗുസ്തി താരങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. ഒരു കണുകിട പോലും പിന്നിലോട്ടില്ലാതെ മുന്നിലോട്ട് തന്നെയാണ് സമരം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു BJP MP ആയതുകൊണ്ടാണ് ബ്രിജ് ഭൂഷണെതിരെ ഇത്തരത്തിൽ നടപടിയൊന്നും എടുക്കാത്തത് എന്നുള്ള ആരോപണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് നിൽക്കുന്നു. ഇത്രത്തോളം പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബ്രിജ് ഭൂഷണെതിരെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ബ്രിജ് ഭൂഷണെ അറസ്റ്റ് ചെയ്യുന്നില്ല, കൂടുതൽ നടപടികളിലോട്ട് പോകുന്നില്ല എന്നുള്ള എല്ലാ ചോദ്യങ്ങളും ഉയർന്നു വരികയാണ്. ബ്രിജ് ഭൂഷണെതിരെ നടപടിയെടുത്താൽ മാത്രമേ തങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്ന ശക്തമായി തന്നെ ഗുസ്തി താരങ്ങൾ പറയുകയാണ്. അതോടൊപ്പം തന്നെ കർഷകരും ഈ സമരത്തോടു കൂടി ചേർന്നപ്പോൾ സമരം വലിയ രീതിയിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ നാളെയും പ്രതീക്ഷിക്കാം. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാന്റെ അറസ്റ്റിനെ തുടർന്ന് രാജ്യമെമ്പാടും സംഘർഷമുണ്ടായിരിക്കുകയാണ്. ഇമ്രാൻ അനുയായികൾ പ്രതിഷേധിക്കുകയാണ്. പഞ്ചാബിലും നിരോധനാജ്ഞയുണ്ട്. പഞ്ചാബിൽ സൈന്യത്തെ ഇറക്കിയിരിക്കുകയാണ്. വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് പാകിസ്ഥാനിൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഈ പ്രക്ഷോഭം പഞ്ചാബിനെയും ബാധിക്കുമെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് സൈന്യത്തെ ഇറക്കിയിരിക്കുന്നത്. പഞ്ചാബിലും നിരോധനാജ്ഞയുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗത്തായി ഇമ്രാൻ അനുയായികൾ പൊതുമുതൽ നശിപ്പിച്ചും
വാഹനങ്ങൾക്ക് തീയിട്ടും എല്ലാം പ്രക്ഷോഭം തുടരുകയാണ്. ആയിരക്കണക്കിന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ക്രമസമാധാന പ്രശ്നം രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പാകിസ്ഥാൻ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. പാകിസ്ഥാനിലേക്ക് ആരോടും പോകരുതെന്ന യൂറോപ്യൻ യൂണിയനുകളടക്കം പറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവുണ്ടായിരിക്കുകയാണ്. പാകിസ്ഥാൻ കത്തുകയാണ്. ആ സമയത്ത് കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ നാളെയും പ്രതീക്ഷിക്കാൻ, കാരണം അവിടുത്തെ പ്രശ്നങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല.